ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം കുറേ നാളുകളായി ചിന്തിച്ചു വന്ന വിഷയം ദൈവസ്നേഹം എന്നുള്ളതാണ്. ദൈവസ്നേഹം ഉളവാകുന്നത് അഥവാ ദൈവസ്നേഹം അനുഭവിക്കാൻ ഉള്ള അത്യന്താപേക്ഷിതമായ ചില വ്യവസ്ഥകൾ, അത് തീമോത്തിയോസിന് അപ്പോസ്തലൻ പൗലോസ് എഴുതിയതായ 1-ാമത്തെ ലേഖനം 5-ാം വാക്യമാണ് നമ്മുടെ ആധാരമായ വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. നിർവ്യാജ വിശ്വാസം, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. സ്നേഹം, ദൈവസ്നേഹം ഉളവാകുന്നത് നിർവ്യാജമായ വിശ്വാസത്തിൽ കൂടിയാണ്. യാതൊരു കളങ്കവുമില്ലാത്ത നിർമ്മലമായ വിശ്വാസം, നിർവ്യാജ വിശ്വാസം, ആർഡൻറ്റ് ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. നാം അതിൽ നിർവ്യാജ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചത്. നിർവ്യാജമായ വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയെ ഞാൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അവന് തന്നെ ശരണമാക്കുകയും ചെയ്യുമ്പോൾ അവന് എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു, എന്നെ ഏൽപ്പിച്ചു, എനിക്കുള്ളതിനെയും ഏൽപ്പിച്ചു, എനിക്കുള്ള സകലത്തെയും ഏൽപ്പിച്ചു. എൻ്റെ ആ സമർപ്പണം, ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞ സമർപ്പണം അന്ത്യത്തോളം കാപ്പാൻ അവൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവം എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം. നമ്മുടെ പരാജയങ്ങൾ ഏൽപ്പിക്കാം, നമ്മുടെ വിജയം ഏൽപ്പിക്കാം, നമുക്ക് വരുന്ന നിരാശകൾ ഏൽപ്പിക്കാം, നമുക്ക് വരുന്ന വീഴ്ചകൾ ഏൽപ്പിക്കാം. എന്തും ഏറ്റുവാങ്ങാൻ അവൻ തയ്യാറായി നിൽക്കുന്നവനാണ്. അവൻ സ്നേഹം മാത്രമാണ്, ക്രിസ്തു സ്നേഹം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാനൊരു ഹൃദയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിനോടുള്ളൊരു അചഞ്ചലമായ വിശ്വാസവും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ സ്നേഹവും, ആ സ്നേഹത്തിൻ്റെ ദാർഢ്യം, ആ സ്നേഹത്തിൻ്റെ തീജ്വാല അതെനിക്ക് അനുഭവിക്കണം എന്ന് വാസ്തവത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ചാൽ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണത്. കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണമേ. സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിപ്പാൻ ഒരു ഹൃദയം, വിശ്വസിപ്പാൻ ഒരു മനസ്സ്, സഹിപ്പാൻ ഒരു ശരീരം. ക്രിസ്തീയ ജീവിതത്തിൽ ചോദിക്കേണ്ട അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണത്. കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 5-ന്റെ-6 വാക്യം. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവിടെ അങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ പിന്നെ ക്രിസ്തീയ ജീവിതം എളുപ്പമാണ്. അടിയുറച്ച വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസം വരുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹം എന്തുകൊണ്ട്? ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി എന്താ ചെയ്തത്?
എനിക്ക് വേണ്ടി എൻ്റെ യേശു ചെയ്തത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ജ്വാല പയ്യെ പയ്യെ കത്താൻ തുടങ്ങും. കാൽവറി ക്രൂസിലേക്ക് നോക്കി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യമായ ശരീരം തൂക്കപ്പെട്ട് കിടക്കുന്നതായ ആ തിരുവിലാവും കൈകാലുകളും കുത്തിത്തുറന്ന് കിടക്കുന്നതായ കാഴ്ച, ക്രിസ്തുവിൻ്റെ സ്നേഹാർദ്രമായ ആ പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, ആ പ്രാർത്ഥന, പ്രിയപ്പെട്ടവർ, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതായ ദീനരോദനം, ആ ക്രൂസിൽ നിന്ന് ഒഴുകി വരുന്നതായ സ്നേഹശബ്ദം, ആ 7 മൊഴികൾ, പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ധ്യാനിച്ചുകൊണ്ട് ക്രൂസിൻ്റെ ചുവട്ടിൽ വീണ് ആ തിരുമുഖത്തേക്ക് ഹൃദയം ഏകാഗ്രമായി നോക്കിക്കൊണ്ട് കുറേ നേരം ആ ക്രൂസിൻ്റെ ചുവട്ടിൽ ഇരുന്ന് നോക്കി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും സമാധാനം തരുന്ന നിമിഷങ്ങളാണെന്ന് ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന നിമിഷങ്ങളാണെന്ന് പറയട്ടെ, ജീവിതത്തിലെ സകല ഭാരങ്ങളും അപ്പോൾ തന്നെ നീങ്ങിപ്പോകുന്നതായ നിമിഷങ്ങളാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവർ, എന്തൊരു സമാധാനമാണ്! എന്തെല്ലാം ഭാരം വന്നാലും, എന്തെല്ലാം രോഗം വന്നാലും, പ്രിയപ്പെട്ടവർ, ഏറ്റവും ഉടയവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും രോഗം വന്ന് നമ്മൾ കഷ്ടപ്പെടുന്ന സമയങ്ങൾ, നിങ്ങൾ യേശുവിൻ്റെ തൃപ്പാദത്തിലേക്ക് ചെന്ന് ഓടിച്ചെന്ന് അവിടെ വീണ് നെടുമ്പാട് വീണ് ആ തിരുമുഖത്തേക്ക് നോക്കി ഒന്ന് പൊട്ടിക്കരഞ്ഞു നോക്കി, എൻ്റെ കർത്താവേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ നീയല്ലാതെ ആരുമില്ല. ഈ ലോകത്ത് പലരും സ്നേഹമുണ്ടെന്ന് പറയുന്നു, എങ്കിലും കർത്താവേ, നീ മാത്രമാണ് എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത്. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നത് നീ മാത്രമാണ്. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താനാണ് നീ ക്രൂസിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എൻ്റെ ദൈവമേ. അതിനാൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം നിനക്കായി തരുന്നു, എന്നെ നിനക്ക് തരുന്നു, പൂർണ്ണമായി തരുന്നു എന്നും കർത്താവേ, ഞാൻ നിൻ്റേത് മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമർപ്പണം കർത്താവിനോട് പറഞ്ഞ് നിങ്ങൾ കർത്താവിന് തിരുസന്നിധിയിലിരുന്ന് നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ എണ്ണി പറഞ്ഞ് കർത്താവിനോട് ചോദിക്കണം. സമയമുണ്ടെങ്കിൽ, അല്ല അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ദൈവം തന്ന ഈ നാൾ വരെയും ഈ നിമിഷം വരെയും ദൈവം ചെയ്തു തന്ന നന്മകളെ ഓർത്ത് എണ്ണി കർത്താവിനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു എക്സസൈസാണ്, ഒരു സ്പിരിച്വൽ എക്സസൈസാണ്, ദ മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ സ്പിരിച്വൽ എക്സസൈസ്. നിങ്ങൾ ചെയ്തു നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ശക്തി കിട്ടും, ഒരു ബലം കിട്ടും. എനിക്ക് എന്നെ താങ്ങാൻ ഒരാളുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു യേശുവുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, എൻ്റെ അനവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു യേശുവുണ്ട്. അവൻ എൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. അവൻ എൻ്റെ സ്വന്തമായി എൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. ഞാൻ അവൻ്റെ തൃപ്പാദത്തിലാണ് ഇരിക്കുന്നത്. അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. വ്യക്തിപരമായി അവൻ എന്നെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിയുന്നേ കൂടുതൽ, എന്നെക്കുറിച്ച് എൻ്റെ യേശുവിനെ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു സ്നേഹവാനായ ദൈവമാണെന്ന് യേശുക്രിസ്തു നമ്മുടെ ദൈവം. അവനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അതിനുവേണ്ടി നാം യാചിക്കണം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ മറ്റൊന്നും പ്രശ്നമല്ല. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പിന്നെ എന്താണ് പ്രധാനം? എന്താണ്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. ആ സ്നേഹം, ക്രൂസിലെ സ്നേഹം, എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ സ്നേഹം, ജീവൻ തന്ന സ്നേഹം, ആ സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ, ദൈവമേ, ഇതാ ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു, നീ മുഴുവനായി എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണം. ഇങ്ങനെയൊരു തീരുമാനത്തോടെ ഇരിക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വേറെ ഒന്നും ഒരു പ്രശ്നമാകുകയില്ല, വേറെ ഒന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ഓടി നടന്ന് എന്തെങ്കിലും അധ്വാനിക്കുന്നതോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നതോ ഇതൊന്നുമല്ല. എല്ലാം വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനേക്കാളൊക്കെ വിലയേറിയതാണ്. ഇനി അഥവാ സഭയുടെ ചട്ടം കെട്ടുകളെല്ലാം അച്ചട്ടായി അത് മുഴുവൻ ആചരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ, അർത്ഥമുള്ളതും അർത്ഥമില്ലാത്തതുമായ ഒരുപാട് അനാചാരങ്ങളുമുണ്ട്. ഇതെല്ലാം പരിപൂർണമായി വിടണം പ്രിയപ്പെട്ടവർ. സത്യം ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കണമെങ്കിൽ നിങ്ങൾക്ക് അർത്ഥമില്ല എന്ന് തോന്നുന്ന അനാചാരങ്ങളെയെല്ലാം വാസ്തവത്തിൽ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ അപ്രകാരമുള്ള ചില ചടങ്ങുകളോ ആചാരങ്ങളോ ചില വഴിപാടുകളോ അല്ലെങ്കിൽ ചില നേർച്ചകളോ ഇതിലൊന്നും പ്രസാദിക്കാനില്ല. ഇതിലൊന്നും ദൈവം പ്രസാദിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഴിപാട് കഴിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത്. ദൈവത്തിന് കൊടുക്കേണ്ടത് എന്നെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കൊടുക്കാതെ, എൻ്റെ ഉള്ളം കൊടുക്കാതെ, എൻ്റെ ഹൃദയം കൊടുക്കാതെ കർത്താവിന് വേണ്ടി എന്തെല്ലാമോ ഈ ഭൂമിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നു. പ്രിയപ്പെട്ടവർ, എല്ലാം ഇതിൻ്റെ എല്ലാ നിരർത്ഥകത്വം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു പള്ളി ഭക്തനാണ്. പള്ളി എനിക്കൊരു വിഗ്രഹം തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവർ, ജീവൻ്റെ വചനം, കർത്താവിൻ്റെ ജീവനുള്ള വചനം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തിൻ്റെ വചനം തീയായ എന്നിലേക്ക് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ദേവദാസൻ യോഹന്നാൻ സാറ് നാവിൽ കൂടെ ആ ക്രൂശിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കത്തി ഇറങ്ങി. പ്രിയപ്പെട്ടവർ, മനസ്സില്ലാ മനസ്സോടെ വന്നിരുന്നതാണ് ഞാൻ. പക്ഷേ അന്ന് എൻ്റെ യേശുവിൻ്റെ സ്നേഹം എന്നെ പിടിച്ചു. ആ ക്രൂശിലെ സ്നേഹത്താൽ അവൻ സ്നേഹച്ചരട് കൊണ്ട് അവനെന്നെ ബന്ധിച്ചു. ക്രൂശിലെ സ്നേഹച്ചരട് കൊണ്ട് യേശു എന്നെ ബന്ധിച്ചു. പ്രിയപ്പെട്ടവർ, അന്ന് തുടങ്ങിയതായൊരു ബന്ധമാണ്. പൂർണ്ണനായി ഒന്നുമല്ല പ്രിയപ്പെട്ടവർ. വീഴ്ച വന്നില്ല എന്നല്ല. ഞാൻ ഒന്നിനെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാനില്ല. എൻ്റെ ആത്മീയമോ എൻ്റെ സമർപ്പണമോ എൻ്റെ ശുശ്രൂഷയോ ഇല്ല പ്രിയവരെ, എല്ലാം വട്ടപൂജ്യമാണ്. ഞാൻ അതിലൊന്നും വില കൊടുക്കുന്നില്ല. ഒരേ ഒരു കാര്യം, കർത്താവേ, ഇതൊന്നുമില്ലെങ്കിലും നിന്നോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ കത്തിച്ചു തരണമേ കർത്താവേ. നീ മാത്രം മതി യേശുവേ, നീ മാത്രം മതി. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്നേഹത്താലാണ് വിശ്വാസം വ്യാപരിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിശ്വാസമാണ് നിർവ്യാജമായ വിശ്വാസം. നമുക്ക് വീണ്ടും ഗലാത്യർ 5-ാം അധ്യായം തന്നെ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വാസ്തവത്തിൽ ഇപ്രകാരമുള്ള അനാചാരങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും അതിൽ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ദൈവം പ്രസാദിക്കാത്തതെല്ലാം പാപമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ഉള്ളത്തിൽ വേദന ഉണ്ടാക്കുന്നതെല്ലാം പാപമായിട്ട് നാം കാണണം. ദൈവത്തിൻ്റെ സ്വത്രം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, കർത്താവിന് പ്രസാദകരമാകാത്ത കാര്യങ്ങൾ എത്രയോ നാം ചെയ്യുന്നു. ആത്മീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സഭയുടെ പേരിൽ, കൂട്ടായ്മയുടെ പേരിൽ ചില കാട്ടിക്കൂട്ടലുകൾ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയില്ലാതെ ശുശ്രൂഷകൾ, യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് പകരം വേറെ ചില ലക്ഷ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ സുവിശേഷ പ്രവർത്തനം എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ചുറ്റുപാടും കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഉള്ളം വേദനിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ദൈവമേ, അതിൽ നിന്നെല്ലാം ഒരു മോചനം തന്ന് എൻ്റെ കർത്താവിലുള്ള സ്നേഹത്തോടെ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ നിന്ന് ഒതുങ്ങിയിരുന്നെന്ന് കരയുവാൻ അതിനുള്ള ആഗ്രഹം കർത്താവ് തരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താ വായിച്ചത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഉറച്ചു നിൽപ്പീൻ. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പിൻ. ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അനാചാരങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിന്നെയും ശത്രുവിൻ്റെ അടിമനുഖത്തിൽ നാം കുടുങ്ങിപ്പോകരുത്. ശത്രുവിൻ്റെ അടിമനുഖമാണ് പലതും ഇന്ന് നടക്കുന്നത്. ശത്രുവിൻ്റെ അടിമനുഖം, അതിൽ കുടുങ്ങിപ്പോകരുതെന്നാണ് കർത്താവിൻ്റെ വചനം ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും അടുത്ത വാക്യം. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. അന്നത്തെ യഹൂദ ക്രിസ്ത്യാനികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സ്നാനമേറ്റു, നിങ്ങൾ മാമോദിസ സ്വീകരിച്ചു, നിങ്ങൾക്കൊരു മാനസാന്തരം വന്നു, ശരി, യേശുക്രിസ്തുവിനോട് വാക്ക് പറയാൻ നിങ്ങൾക്ക് കൃപ കിട്ടി. പക്ഷേ അങ്ങനെ ഒരു പരിച്ഛേദന നിങ്ങൾ ഏറ്റു എന്നുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. അതിനെന്താണ് വേണ്ടത്? പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. നിങ്ങൾ പരിച്ഛേദന ഏറ്റു, ശരിയാണ്. മോശയിക ന്യായപ്രമാണത്തിൽ പറയുന്നതായ പരിച്ഛേദന എന്ന കർമ്മം നിങ്ങൾ ഏറ്റു. ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയുടെ തുടക്കമാണത്. ഒരു ആത്മീയ ജീവിതത്തെ തുടക്കമെന്ന നിലയ്ക്ക് ഒരു മാമോദിസ അയക്കുന്നു, അല്ലെങ്കിൽ ഒരു മാനസാന്തരം വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു പരിച്ഛേദനയിൽ മാത്രം സന്തോഷിച്ച് തൃപ്തിപ്പെട്ട് നിങ്ങൾ പോകരുത്. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നെന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ആ ഒരു ചടങ്ങുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. ആ ചടങ്ങ് സ്വീകരിച്ച നിങ്ങൾ വലിയൊരു ദൗത്യത്തിൻ്റെ തുടക്കത്തിലേ ആയിട്ടുള്ളൂ.
നിങ്ങളൊരു ആത്മീയ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാനസാന്തരം വന്ന ഒരു ആത്മീയ ജീവിതം നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വലിയൊരു ഓട്ടം ഓടി തേക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങളാരും അതിൽ സന്തോഷിച്ച് പോകരുത്. അങ്ങനെ നിങ്ങളൊരു പരിച്ഛേദന ഏറ്റാൽ ന്യായപ്രമാണത്തിൽ പറയുന്ന സകല കൽപ്പനകളും ആചരിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് മുഴുവൻ നിങ്ങൾ ആചരിക്കുന്നുണ്ടോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ പറയുന്നു, നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങൾ അന്യവിഗ്രഹങ്ങളിലേക്ക് പോകരുത്. നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ, ദൈവത്തെ മാത്രമേ, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. മറ്റൊന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. വിഗ്രഹസേവയിലേക്ക് പോകരുത്. നിങ്ങൾ പാലിക്കുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകരുത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ മനസ്സും പാഞ്ഞു പോയിട്ട് നിങ്ങൾ അതിലെല്ലാം മുഴുകി നടക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങളുടേത്? പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കാര്യങ്ങൾ ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒന്നുമിടാതെ ആചരിക്കുക. ശാപത്തിനെ ശുദ്ധീകരിക്കുക. എന്നെല്ലാം ശുദ്ധീകരണ പ്രക്രിയയാണ് അവിടെ പറയുന്നത്. നീ മോഷ്ടിക്കുന്നുണ്ടോ? കള്ളസാക്ഷ്യം പറയുന്നുണ്ടോ? മറ്റുള്ളവരെ ചതിക്കുന്ന ചതിവിൻ്റെ വാക്കുകൾ പറയുന്നുണ്ടോ? ചതിവായി മറ്റുള്ളവരോട് നിങ്ങൾ ഇടപാടുകൾ ചെയ്യാറുണ്ടോ? സാമ്പത്തികമോ അല്ലാതെയുള്ള ഇടപാടുകൾ ചതിക്കാൻ. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം നടക്കുന്നു? നിങ്ങൾക്ക് ഈ ന്യായപ്രമാണത്തിലുള്ള എല്ലാ കൽപ്പനകളും ആചരിപ്പാൻ പരിച്ഛേദന ഏറ്റ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ന്യായപ്രമാണം നിങ്ങളെ നീതീകരിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ന്യായപ്രമാണം അതിൻ്റെ ഒരു തുടക്കം, നിങ്ങൾ ഒരു പരിച്ഛേദന ഏറ്റു. പക്ഷേ ആ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളായ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടതായ വിശ്വാസികളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരാവശ്യമില്ലാതായി. പരിച്ഛേദനയിലാണ് നിങ്ങൾക്ക് പ്രശ്നം. പരിച്ഛേദനയേക്കണം. മാനസാന്തരപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം ആരംഭിച്ചാൽ ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നതായ പ്രജാതിക്കാരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുന്നു. ഗലാത്യ ക്രിസ്ത്യാനികളോട് പറയുകയാണ്. ഗലാത്യയിലെ യഹൂദ ക്രിസ്ത്യാനികളോടായി പറയുന്നത്. ആന്തരികമായ ശുദ്ധീകരണത്തിൻ്റെ കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു മയവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത്രയെല്ലാം ആവൽഘട്ടങ്ങൾ അപ്പോസ്തലൻ ഫേസ് ചെയ്യേണ്ടി വന്നു, അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എത്രയോ ഉപദ്രവങ്ങൾ, എത്രയോ ആക്രമണങ്ങൾ. പ്രിയപ്പെട്ടവർ, ഒരു പേടിയുമില്ല. കാര്യം തുറന്നടിച്ച് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്താൽ നീതീകരിക്കുവാൻ ഇച്ഛിക്കപ്പെടുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. മനോഹരമായൊരു വാക്കവിടെയാണ്, കൃപ. നിങ്ങൾക്ക് കൃപയാണോ വേണ്ടത്? അതോ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ശക്തി കൊണ്ട് രക്ഷപ്പെടാമെന്നാണോ? നിങ്ങളുടെ ന്യായപ്രമാണ ആചരണം കൊണ്ട് രക്ഷപ്പെടാമെന്നാണോ? കൽപ്പനകളെല്ലാം ആചരിച്ച് സ്വർഗത്തിൽ പോകാമെന്നാണോ? ആചരിക്കണം, പക്ഷേ ആ സ്വർഗത്തിൽ അതുകൊണ്ട് എത്തണമെന്നില്ല. ദൈവം സന്തോഷിക്കണമെന്നില്ല. ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിക്കണമെന്നില്ല. നിങ്ങളെല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്തുകൊള്ളൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ ഛായ ഇല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം പ്രസംഗിച്ചാലും എത്രമാത്രം കൂട്ടായ്മ നടത്തിയാലും, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഛായ ഉണ്ടോ? ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ടോ? ക്രിസ്തുവിൻ്റെ ലാളിത്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ എളിമയുണ്ടോ? വിശ്വാസികളോട് നിങ്ങൾക്ക് മനസ്സലിവുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാം ചിന്തിച്ചു നോക്കണം. ദൈവത്തിന് സ്തോത്രം. പാപം കടിച്ചു തൂങ്ങുന്ന ദ്രവ്യാഗ്രഹം നിങ്ങൾക്കുണ്ടോ? അശുദ്ധിയുടേതായ ആ വലിയ മാലിന്യം നിങ്ങളിൽ കടിച്ചു തൂങ്ങുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. കൃപയിൽ നിന്ന് വീണുപോയി. നിസ്സാരമല്ല. എല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട്. തൃപ്തിപ്പെട്ടങ്ങ് പോവുകയാണ്. പോരാ പ്രിയരെ, കൃപ. എന്താണ് ഈ കൃപ? ദൈവത്തിന് സ്തോത്രം. ഈ കൃപ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ പാപം ചെയ്യുന്ന വ്യക്തിയോട് ദൈവം മനസ്സലിഞ്ഞ് ക്ഷമിക്കും. കരുണ, അതിനാണ് കരുണ, മേഴ്സി എന്ന് പറയുന്നത്. 3 വാക്കുകളാണ്. ഒന്ന് മേഴ്സി. പാപം ചെയ്യുന്ന വ്യക്തിയോട് ദൈവം മനസ്സലിഞ്ഞ് സ്നേഹത്തോടെ അതങ്ങ് ക്ഷമിച്ചു കൊടുക്കും. ഒരു വ്യവസ്ഥയില്ല. കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതായ ആ വ്യഭിചാരിണിയായ സ്ത്രീയെ കർത്താവ്
ഒന്നും ചോദിച്ചില്ല, ഒറ്റ വാക്ക്, പോകാം, ഇനി പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവർ, ആ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. കല്ലെറിയുവാൻ കൊണ്ടുവന്നതായ സ്ത്രീയെ കർത്താവ് അവിടെ വെച്ചങ്ങ് മോചിപ്പിച്ചു കൊടുത്തു. പോകാം, ഇനി പാപം ചെയ്യരുത്. അവർ കല്ലെറിഞ്ഞില്ലല്ലോ, കല്ലെറിയാൻ അവർക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് അവർ പോയി. ഞാൻ യോഗ്യതയുള്ളവനാണ്, ഞാൻ കല്ലെറിയുന്നില്ല, സമാധാനത്തോടെ പൊക്കോ. പക്ഷേ ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. അതാണ് കരുണ, മേഴ്സി. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു പാപം വന്നാൽ ഉടനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിങ്ങൾ തൃപ്പാദത്തിൽ, ആ പൊന്ന് തൃപ്പാദത്തിൽ വീണ് കിടന്ന് നിങ്ങളെ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ഈ പാപത്തിന് വേണ്ടിയല്ലേ നീ മരിച്ചത്, കർത്താവേ, ഞാൻ നിന്നോട് യാചിക്കുന്നു, തെറ്റ് പറ്റിപ്പോയി കർത്താവേ, അപ്പാ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ദൈവമേ, നിൻ്റെ ഭവനത്തിലൊരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ സ്വീകരിക്കണമേ. അപ്പോൾ ഇരു കൈ നീട്ടി ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹാർദ്രമായ കരം നീണ്ടുവന്ന് നിന്നെ മാറോടണയ്ക്കും. പ്രിയരെ, ആ പാപം അവൻ ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അതാണ് കരുണ. രണ്ടാമത്തെ കാര്യമാണ് കൃപ എന്ന് പറയുന്നത്. ഈ കൃപ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ, ആ കർത്താവിൻ്റെ സ്നേഹമാകുന്ന കൃപ, ആ വലയം നിങ്ങളെ അങ്ങ് വലയം ചെയ്യും. കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളെ അങ്ങ് വലയം ചെയ്യും. കർത്താവിൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന തങ്ക തിരുരക്തം നിനക്ക് ചുറ്റും കോട്ടയായി നിൽക്കും. അതാണ് കൃപ എന്ന് പറയുന്നത്. സൗജന്യമായി ക്ഷമിക്കുന്നു. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം സൗജന്യമായി ക്ഷമിക്കുന്നു. ഒരു പാപമല്ല. ദൈവത്തിൻ്റെ കരുണ അപ്പോൾ വരുന്ന പാപത്തെ ക്ഷമിച്ചു തരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും മോചിപ്പിച്ചു തരുന്നു. പക്ഷേ കൃപ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞകാല പാപങ്ങളെല്ലാം സൗജന്യമായി കർത്താവ് ക്ഷമിച്ചു തരുന്നു, നീതീകരിച്ചു തരുന്നു. സൗജന്യമായ നീതീകരണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ നിങ്ങൾക്കൊരു വിശ്വാസം കിട്ടി. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൃപ കിട്ടി. അവൻ്റെ രക്തം എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് വിശ്വസിക്കാനൊരു കൃപ കിട്ടി. അതുകൊണ്ട് ആ കൃപയാൽ നിങ്ങളുടെ വിശ്വാസം മൂലം നിങ്ങൾക്ക് രക്ഷപ്പെടാം. കഴിഞ്ഞകാല പാപം ഒന്നും പിന്നെ കർത്താവ് ചോദിക്കുകയില്ല. കർത്താവിൻ്റെ ഒരു തുള്ളി തങ്കത്തിൻ്റെ രക്തം മതി. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒറ്റത്തുള്ളി രക്തം മതി കർത്താവിൻ്റെ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ദാഹിക്കണം. ദൈവമേ, ഇനി എത്രയോ പാപങ്ങൾ ഞാൻ ഏറ്റുപറയാത്തതും ഞാൻ ദൈവസന്നിധിയിൽ അനുദപിക്കാത്തതുമായ പാപങ്ങളുണ്ട്. ഓരോന്നും കണ്ടുപിടിക്കണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ കണ്ടുപിടിക്കണം. അന്ന് പകൽ വന്നതായ ഓരോ ചലനത്തിലും ചിന്തയിലും മോഹത്തിലും വന്നതായ പാപങ്ങൾ, വാക്കിൽ വന്ന പാപങ്ങൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവേ, നിൻ്റെ കൃപ ഇന്ന് എന്നെ ചുറ്റിക്കൊള്ളണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിൻ്റെ രക്തം എന്നെ ഇന്ന് പലയം ചെയ്യണമേ. എന്നെ മാത്രമല്ല കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്കുള്ള സകലത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ആ തിരുരക്തം ഇന്ന് വലയം ചെയ്യണമേ കർത്താവേ. ഇന്ന് പകൽ സമാധാനത്തിൻ്റെ ഒരു പകൽക്കാലമാക്കി മാറ്റണമേ എന്ന് ആ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ കിടക്കയിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ പാദം മുത്തിക്കൊണ്ട് നിങ്ങൾ പറയണം. നിങ്ങളെ തന്നെ അങ്ങ് സമർപ്പിക്കണം, മുഴുവനായിട്ട് സമർപ്പിക്കണം. അങ്ങനെ നിങ്ങളുടെ ദിവസം ആരംഭിക്കണം. ആ കൃപയാണ് പിന്നെ നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ആ കൃപ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം എനിക്ക് വേണ്ടി ചിന്തിച്ചതിനാൽ എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തിയ കൃപ. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നാം എല്ലാവർക്കും കാണാതെ അറിയാവുന്നതാണല്ലോ. 1 പത്രോസ് 1:18. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമുക്ക് വായിക്കാം? വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് കിട്ടിയിട്ടുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങൾക്ക് വീണ്ടെടുപ്പ് കിട്ടിയത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നടപ്പ് ഇതിനു മുമ്പ് വ്യർത്ഥമായിരുന്നു. പാരമ്പര്യത്തിൽ ഊന്നിയുള്ള നടപ്പായിരുന്നു. വെറും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള തലമുറകളായുള്ള ചില ആചാരങ്ങളും കാട്ടിക്കൂട്ടലുകളും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു.
ഒരു വീണ്ടെടുപ്പ് അതിൽ നിന്ന് കർത്താവ് തന്നു. ഇനി അതൊന്നും ആവശ്യമില്ല. നിൻ്റെ ബലിയല്ല, നിൻ്റെ യാഗമല്ല, നിൻ്റെ എന്തെങ്കിലും ചടങ്ങല്ല, ആചാരങ്ങളല്ല, അതിൽ നിന്നല്ല ഒരു വീണ്ടെടുപ്പ് ദൈവം തന്നു. നീ അതൊന്നും ചെയ്ത് നീ ഇനി സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടൊന്നും നിനക്ക് രക്ഷ കിട്ടിയില്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. അത് വീണ്ടെടുത്തത് എങ്ങനെയാണ്? പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഈ ലോകത്തുള്ള എന്തെങ്കിലും വിലയേറിയ വസ്തുക്കളെ കൊണ്ട് അത് നേടാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ആ വീണ്ടെടുപ്പ് കിട്ടിയ നിങ്ങൾക്ക് ഇനി അവനെ കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. യേശുവിൻ്റെ കൃപ കൂടാതെ മുന്നോട്ട് ഒരടി പോലും വെക്കരുത്. ആ കൃപയാണ് നിന്നെ പാപത്തിൽ നിന്ന് മോചനം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരുണ, മേഴ്സി 1. 2 ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന് സ്തോത്രം. സകല പാപങ്ങളും ക്ഷമിച്ചു തരുന്നതായ, പാപം ചെയ്യാതെ ജീവിപ്പാനുള്ള കൃപ, ദൈവത്തിൻ്റെ സ്തോത്രം. 3ാമതാണ് അനുഗ്രഹം തരുന്ന ബ്ലെസ്സിങ്, മേഴ്സി, ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്. ദൈവത്തിന് സ്തോത്രം. ഒരു ബ്ലെസ്സിങ്, അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എന്താണ് അനുഗ്രഹം? ദൈവം യേശുക്രിസ്തുവിനെ തന്നെ നമുക്ക് തരികയാണ്. യേശുക്രിസ്തുവിനെ തന്നെ നിങ്ങൾക്ക് തരികയാണ്. ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ യേശുക്രിസ്തു പിന്നീട് ആ പാപിനിയായ സ്ത്രീയോട് പറയുകയാണ്. എന്തെന്നറിയാമോ? ശീമോൻ്റെ ഭവനത്തിൽ വെച്ച് അവൾ കരയുമ്പോൾ, ആ തൃപ്പാദം ചുംബിക്കുമ്പോൾ യേശു അവളോട് പറഞ്ഞതെന്നറിയാമോ? സമാധാനത്തോടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനം കൊടുത്തു, വിശ്വാസം കൊടുത്തു, രക്ഷ കൊടുത്തു, പൂർണ്ണ രക്ഷ കൊടുത്തു. അവളാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യത്തെ സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചവർ ചരിത്രത്തിൽ. പ്രിയപ്പെട്ടവരെ, ബ്ലെസ്സിങ്, അനുഗ്രഹം. നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. നിങ്ങൾക്ക് വേണമോ ഇത്? ദൈവത്തിന് സ്തോത്രം. കൃപ വേണമോ? കരുണ വേണമോ? ഈ പാപത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പാപങ്ങളും ക്ഷമിച്ച് കിട്ടിയെന്ന് ഉറപ്പ് വേണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കൃപ വേണോ? പാപം കൂടാതെ ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ആവുന്ന അനുഗ്രഹം, വലിയവരും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു ആവുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട വൈദികൻ അവിടെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ആശീർവദിക്കുന്നുണ്ട്. എന്താണ് അനുഗ്രഹം? കർത്താവായ യേശുക്രിസ്തു ആകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം, യേശുവാകുന്ന അനുഗ്രഹം ഇപ്പോൾ ആർക്ക് വേണം? അവൻ കരം നീട്ടി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഈ അനുഗ്രഹം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കരങ്ങളെ ഉയർത്തി യേശുവിനെ സ്വീകരിക്കൂ. അനുഗ്രഹമായ യേശു, നിനക്ക് മോചനം തരുന്ന യേശു, കരുണ നൽകുന്ന യേശു, നിനക്ക് സമാധാനം തരുന്ന ക്രിസ്തു, നിനക്ക് രക്ഷ തരുന്ന ക്രിസ്തു, നിന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കുന്ന ക്രിസ്തു, അവനാണ് വന്നിരിക്കുന്നത്. അവൻ്റെ കരം നീട്ടി നിന്നെ സ്വീകരിക്കുകയാണ്. ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? യേശുവേ, ഇന്നു മുതൽ കർത്താവേ, ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവേ, എനിക്ക് നിന്നെ വേണം കർത്താവേ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, രാജാതിരാജാവായി വരണമേ, അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.